ഇന്ന് വനിതാ ദിനമാണ്. ഈ ദിവസം ഞാൻ സാഹിത്യത്തിലുണ്ടായ ഒരുപാട് വനിതാ കഥാപാത്രങ്ങളെക്കുറിച്ചും അവരെ സൃഷ്ടിച്ച ഒരുപാട് എഴുത്തുകാരെ കുറിച്ചും ചിന്തിക്കുകയുണ്ടായി. അങ്ങനെ ഒരുപാട് എഴുത്തുകാരുണ്ട്, ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അവരൊക്കെ വിഖ്യാതരാണ്, പലതരത്തിൽ നമ്മെ സ്വാധീനിച്ചവരാണ്, നമ്മുടെ മനസ്സിൽ കൂടെ ജീവിക്കുന്നവരാണ്. എങ്കിലും ഞാൻ ഈ ദിവസം പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ലീല എന്ന കഥാപാത്രത്തെക്കുറിച്ചാണ്. നമ്മുടെ മലയാളിയുടെ കഥാസാഹിത്യത്തിൽ ഒരു ഇടിമിന്നൽ പോലെ പെട്ടെന്ന് വന്നസ്തമിച്ചു പോയ പ്രതിഭയായിരുന്നു വിക്ടർ ലീനസ്. അദ്ദേഹം സൃഷ്ടിച്ച കഥാപാത്രമാണ് ലീല. വിട, വിരുന്ന് തുടങ്ങി 2-3 കഥകളിൽ ലീല പ്രധാന കഥാപാത്രങ്ങളുണ്ട്. ലീല ഒരു വേശ്യ സ്ത്രീയാണ്. നഗരത്തിൽ വേശ്യാവൃത്തി ചെയ്ത് ജീവിക്കുന്ന സ്ത്രീയാണ്. അവൾ എങ്ങനെയാണ് എന്നെ സ്വാധീനിച്ചത്, അല്ലെങ്കിൽ ഒരുപക്ഷെ മലയാളത്തിലെ ഒരുപക്ഷെ ലോക സാഹിത്യത്തിൽ തന്നെ ഏറ്റവും ഉദാത്തതയുള്ള കഥാപാത്രമായി നിലനിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ, ആ സ്ത്രീ മനുഷ്യന് അപൂർവമായെങ്കിലും ചില നിമിഷങ്ങളിൽ ദൈവത്വത്തെ പ്രാപിക്കാൻ കഴിയുന്നു, ദൈവതുല്യരായി മാറാൻ കഴിയുന്നു എന്നുള്ള ഓർമ്മപ്പെടുത്തലിൽ കൂടിയാണ്. ലീല നഗരത്തിലെ തിരക്കേറിയ റോഡിൽ കൂടി നടക്കുമ്പോൾ ഒരു കുട്ടി അതിൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് കൈ വിടുവിച്ചുകൊണ്ട് വിരളി പിടിച്ച് റോഡിലേക്ക് ഓടുന്നു. അതിനൊരു വണ്ടി ഇടിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ലീല പെട്ടെന്ന് ചെന്ന് ഈ കുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയി കുട്ടിയെ രക്ഷപ്പെടുത്തുന്ന രംഗമുണ്ട്. ആ സമയത്ത് അവളുടെ സാരി വാഹനത്തിൻ്റെ വീലിൽ കുരുങ്ങി തറയിൽ ഇടിച്ച് മരിക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊരു ജീവന് വേണ്ടി സ്വന്തം ജീവനെ തൃണവക്കിണിച്ചുകൊണ്ട് ആ സ്ത്രീ നടത്തുന്ന ഒരു അത്യുന്നതമായ പ്രവൃത്തിയുണ്ട്. പക്ഷെ സാധാരണ മനുഷ്യന് ചിന്തിക്കാനാവാത്ത, സ്വാർത്ഥമതികൾക്ക് ചിന്തിക്കാനാവാത്ത ആ ഒരു പ്രവൃത്തിയാണ് ലീലയെ ദൈവതുല്യയായ ഒരു കഥാപാത്രമാക്കി മാറ്റുന്നത്. ഞാനിന്ന് ആ കഥ വീണ്ടും വായിക്കുമ്പോൾ, ആ കഥയുടെ അകത്തേക്ക് കടക്കുമ്പോൾ, ലീല മാത്രമല്ല, ലീലയുടെ അമ്മ, മകൾ ചെയ്യുന്ന ജോലി എന്താണെന്നറിയും, പക്ഷെ അവൾ ലോകത്തിലെ ഏറ്റവും വിശുദ്ധയാണെന്ന് വിശ്വസിക്കുന്ന ലീലയുടെ അമ്മ, അതുപോലെ ഈ നരേറ്ററുടെ സുഹൃത്തായ ഉഷ എന്ന കഥാപാത്രം തുടങ്ങി ആ കഥയിൽ വരുന്ന 3 സ്ത്രീകളും ഒരുപക്ഷെ വലിയ മഹത്വമുള്ള സ്ത്രീ കഥാപാത്രങ്ങളാണ്. ഞാൻ ഈ ദിവസം ഒരിക്കൽ കൂടി ലീലയെയും വിക്ടർ ലീനസിനെയും ഓർമ്മിക്കുന്നു. എല്ലാവർക്കും വനിതാ ദിനാശംസകൾ.